നിങ്ങളേവരുടെയും സ്നേഹസ്മരണകളുമായി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കവേ ബാബ വതനത്തിലേക്ക് വിളിച്ചപ്പോൾ ആദ്യം എല്ലാവരും സ്നേഹത്തോടെ ബാബയുമായി ദൃഷ്ടിയിലൂടെ കൂടിക്കാഴ്ച നടത്തി. ബാബ മുഴുവൻ വിശ്വത്തിനും വിശ്വത്തിലെ സംഘടനയ്ക്ക് ദൃഷ്ടി നൽകുകയായിരുന്നു. പിന്നെ ബാബ ഓരോരോ കുട്ടിക്കും വ്യക്തിഗത രൂപത്തിൽ വളരെയധികം സ്നേഹത്തിൻ്റെയും ശക്തിശാലിയുമായ ദൃഷ്ടി നൽകി. ബാബയുടെ ദൃഷ്ടിയിലൂടെ നമ്മളെല്ലാവരും നിറഞ്ഞവരായി. പിന്നെ ഞാനും ദൃഷ്ടിയിലൂടെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ബാബ പറഞ്ഞു, താങ്കളുടെ ലോകവും എൻ്റെ ലോകവും നോക്കൂ. താങ്കളുടെ ലോകത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? വതനത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? താങ്കളുടെ ലോകത്തിൽ വളരെയധികം കോലാഹലങ്ങൾ ഉണ്ട്. മുകളിലാണെങ്കിൽ പൂർണ്ണമായും ശാന്തിയും സ്നേഹവുമാണ്. എല്ലാ പ്രകാരത്തിലുമുള്ള കോലാഹലങ്ങൾക്കും ഉപരിയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങളേവരും പകൽ സമയത്ത് പലതവണ എൻ്റെ അടുത്തേക്ക് വതനത്തിൽ വരണം. ബാബ പറഞ്ഞു, ഒരിക്കലും ചഞ്ചലതയിലേക്ക് വരരുത്. ഏതൊരു പരിതസ്ഥിതി ആയിരുന്നാലും ഡ്രാമയിലെ സീൻ ആയിരുന്നാലും ഇവയെല്ലാം നടക്കും എന്ന് ബാബ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതെങ്കിലും പരിതസ്ഥിതിയുടെയോ ഏതെങ്കിലും ചഞ്ചലതയുടെയോ പ്രഭാവം സ്ഥിതിയുടെ മേൽ വരികയാണെങ്കിൽ താങ്കളുടെ നിർണയശക്തിയും താങ്കളുടെ പല ശക്തികളും ദുർബലമായി പോകും. വിശേഷിച്ച് വർത്തമാന സമയത്ത് നിർണയശക്തി സ്പഷ്ടമായിരിക്കണം. അങ്ങനെ താങ്കൾ നിർണയം നടത്തി ഫൈനൽ ചെയ്യുകയാണെങ്കിൽ കേവലം പരിഹാരം ഉണ്ടാവുക മാത്രമല്ല, അത് മറ്റുള്ളവർക്കും ഒരു രീതിയിൽ വരദാനം ആവുകയും ചെയ്യും. ബാബ പറഞ്ഞു, ചഞ്ചലത സദാ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങളിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാകുവാൻ പാടില്ല. കാരണം നിങ്ങളേവരും ഗൈഡാണ്, മാർഗദർശകരാണ്, അഥവാ മാർഗം കാണിച്ചു കൊടുക്കുന്നവരാണ്. കുറച്ചെങ്കിലും ആശയക്കുഴപ്പത്തിൽ വന്നാൽ പിന്നാലെ വരുന്നവരും കൺഫ്യൂസ് ആയി പോകും. അപ്പോൾ താങ്കൾക്ക് പൂർണ്ണമായും സ്പഷ്ടമായി കാണപ്പെടണം. ശക്തി സ്വരൂപമായി ഇരിക്കുകയും വേണം. അതിനുവേണ്ടി ഉപരാമവും ആയിരിക്കൂ. മുകളിലേക്കും വരൂ. ഇവിടെ ഉപരാമസ്ഥിതി ഉണ്ടാക്കൂ. പിന്നെ എൻ്റെ അടുത്ത് വരികയും ചെയ്യൂ. സൂക്ഷ്മ ലോകത്തിലേക്ക് വരൂ. തൻ്റെ സ്ഥിതിയെ അചഞ്ചലവും ആടാത്തതും ആക്കി വയ്ക്കൂ. ഏകരസമാക്കി വയ്ക്കൂ. ഇങ്ങനെ ബാബ പറയുകയായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ശാന്തിവനത്തിൽ നിന്നും ഭോഗമായി വന്നിരിക്കുകയാണ്. ബാബ ഭോഗ് സ്വീകരിച്ചു. പിന്നെ ബാബ വളരെ നല്ല ഒരു ദൃശ്യം കാണിച്ചു തന്നു. പലതരത്തിലുള്ള ഛത്രഛായകൾ ഉണ്ടെങ്കിലും കണ്ടത് ഇതാണ്. ധാരാളം പ്രകാരത്തിലുള്ള ചരടുകൾ ഉണ്ടായിരുന്നു. ഈ ചരടുകൾ ഒരു ഛത്രഛായ അഥവാ കുടക്കീഴ് പോലെ ആയിരുന്നു. മുഴുവൻ വിശ്വത്തിലെയും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. കാരണം ബാബയുടെ മുന്നിൽ മുഴുവൻ വിശ്വത്തിലെയും പരിവാരം ഉണ്ട്. മുഴുവൻ വിശ്വത്തിലും ബാബ ഈ രീതിയിൽ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഓരോ സ്ഥാനത്ത് നിന്നും ആ ചരടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ബാബയുമായി യോജിച്ചിരിക്കുകയും ആണ്. ബാബ പറഞ്ഞു, നിങ്ങൾ സ്വന്തം ഛത്രഛായയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. താങ്കൾ ബാബയുടെ ഛത്രഛായയിൽ തന്നെയാണ്. നിങ്ങൾക്കേവർക്കും ബാബയുമായി കണക്ഷൻ ഉണ്ട്. ബാബയിൽ നിന്നും നിങ്ങൾ ലൈറ്റും മൈറ്റും സ്നേഹവും എടുക്കുന്നു. അത് മുഴുവൻ ലോകത്തിനും ലഭിക്കുകയും ചെയ്യുന്നു. ഇനിയും ലഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ബാബ പറഞ്ഞു, സ്വയം തന്നെ ശക്തിശാലിയാക്കി വയ്ക്കണം.
ആ ചരടുകൾ ഒരു കാരണവശാലും മുറിഞ്ഞു പോകരുത്. അപ്പോൾ ഏറ്റവും ആദ്യം ഓരോരുത്തർക്കും ബാബയോട് അത്രയും ശക്തമായ ബുദ്ധിയോഗം ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ബുദ്ധിയോഗം മുറിഞ്ഞു പോകരുത്. കാരണം മുഴുവൻ പേരുടെയും ഇത്രയും ഒരു ഛത്രഛായയിൽ 2-4 ചരടുകൾ മുറിഞ്ഞു പിടിക്കുകയാണെങ്കിൽ അത് നല്ലതായി തോന്നുകയുമില്ല, ഛത്രഛായ പൂർണ്ണമായിരിക്കുകയുമില്ല. എല്ലാവരുടെയും ബുദ്ധിയോഗം ഒരു ബാബയോടായിരിക്കണം. തൻ്റെ ബുദ്ധിയെ ഒരു ബാബയല്ലാതെ ഏതെങ്കിലും വ്യക്തിയിലോ ഏതെങ്കിലും വൈഭവത്തിലോ ഏതെങ്കിലും പരിതസ്ഥിതിയിലോ പാടില്ല. ബാബ പറഞ്ഞു, ഇങ്ങനെ വളരെ സുന്ദരമായ ഒരു ഛത്രഛായ ബാബ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഛത്രഛായ ഉണ്ടാക്കിയതേ ഇതിനാണ്. അതായത് ആര് തന്നെ ആ ഛത്രഛായയ്ക്കുള്ളിൽ വന്നാലും അവർക്ക് ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവമുണ്ടാകും. ഇങ്ങനെയുള്ള ഇത്രയും സുന്ദരമായ ദൃശ്യമായിരുന്നു. ഇങ്ങനെ കാണിച്ചു തന്നതിന് ശേഷം ബാബ പറഞ്ഞു, നോക്കൂ, മുഴുവൻ വിശ്വത്തിൽ നിന്നും നിമിത്തമായിരിക്കുന്ന ആത്മാക്കൾ വന്നിരിക്കുകയാണ്. ബാബ അവർക്ക് വേണ്ടി ചില സന്ദേശം നൽകി. അത് രാവിലെയുള്ള ക്ലാസ്സിൽ കേൾപ്പിക്കാം. പിന്നെ ഏതെല്ലാം ഭാരതത്തിലെയും സേവാധാരികളുണ്ടോ, നിമിത്ത ആത്മാക്കളുണ്ടോ, ശാന്തിവനിലെയും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും സേവനം ചെയ്യുന്ന സേവാധാരികളുണ്ടോ, ബാബ പറഞ്ഞു, നിങ്ങളും അക്ഷീണരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ അക്ഷീണ സേവനത്തിലൂടെയും മുറിയാത്ത നിശ്ചയത്തിൻ്റെ വൈബ്രേഷനിലൂടെയും ഓരോരുത്തർക്കും വളരെയധികം പ്രാപ്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബാബ താങ്കൾക്കും സ്നേഹസ്മരണകൾ മാത്രമല്ല വരദാനങ്ങൾ കൊണ്ടും സഞ്ചി നിറച്ചു തരികയാണ്. പിന്നെ ബാബ തൻ്റെ ആശീർവാദത്തിൻ്റെ കൈ ഉയർത്തി മുഴുവൻ വിശ്വത്തിലെയും നിമിത്തമായിരിക്കുന്നവർക്ക്, മുഴുവൻ വിശ്വം എന്നതിൽ ഭാരതവും ഉൾപ്പെടുന്നു, എല്ലാവർക്കും ബാബ വരദാനങ്ങൾ നൽകി. ഓരോരുത്തർക്കും എല്ലാവർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. ഓം ശാന്തി.